ഇപ്പൊ ഇതുവഴി ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടോ? ഇല്ല. അവൻ എവിടെ പോയി? അവനെ പിടിക്കണമല്ലോ. ഞാൻ കണ്ടു. മേനോൻചേട്ടൻ ഇവിടെ എപ്പറ്റി? നമ്മുടെ അർഷദ് മാഫിയായിട്ട് ഒരു ചെറിയ പണടം ഉണ്ടായിരുന്നു. ഒന്നുമില്ല, ഒരു 10 lakhs തിരിമറി. ഇവിടെ വന്ന് നോക്കുമ്പോ ഒരു 10,000 റുപ്യ മിസ്സിങ്. അത് പല കുഞ്ഞിരാമന്മാർക്ക് കൊടുത്തോ, തട്ടകത്ത വർഗീസിന് കൊടുത്തോ, ഒരു പിടിയും കിട്ടുന്നില്ല. നീ എന്താ ഇവിടെ വല്ല പണടം അവിടെ ഉണ്ടോ? അല്ല, അതെ. നിനക്ക് എത്ര പണം വേണം? 1 2 3 4 5 6 7 8 9 10 12 13 14 15 15 17 18 19 പോയാ പാട്ടെ. അങ്ങനെ ഒരു ടയർ ഇവിടെ മാറ്റി. ടയറോ? അതെ, ഇവിടെ ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല. ഈ ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കാൻ നോട്ടെ എത്ര ദിവസമായി അറിയോ? വേണമെങ്കിൽ കേറി ഇരുന്നോ, പക്ഷേ ഈ ബസ് ഓട്ടൊന്നും പോകത്തില്ല. ഡോക്ടർ, അന്ന് എനിക്കുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ ടെൻഷൻ എല്ലാം മാറി. ഇപ്പൊ എനിക്ക് ഒരു അസുഖമില്ല. പക്ഷെ ഇനി എവിടെ കഴിയുകയാണെങ്കിൽ എനിക്കില്ലാത്ത ഭാഗത്ത് വരും. ഗോപി, ഒരു 2 ദിവസം കൂടെ ശ്രമിക്കേ. ഒരു ചെക്കപ്പ് കൂടെ കഴിഞ്ഞിട്ട് വേണ്ടത് ചെയ്യാം. ഡോക്ടർ, എങ്ങനെയെങ്കിലും പ്ലീസ്. തൽക്കാലം ഒരു കാര്യം ചെയ്യാം. ഗോപിയെ ഇവിടുന്ന് പേവാറിലേക്ക് മാറ്റാം. പിന്നെ മുറി തന്നെ എപ്പോഴും ഇരിക്കണമെന്നില്ല. മുറ്റത്തൊക്കെ പോയി റിലാക്സ് ചെയ്തൂടെ? കരയരുത് മോളെ. ഇങ്ങനെയൊക്കെ നടക്കാനാണ് വിധി. ഗോപിയേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക്. മോളെ ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ പറഞ്ഞയക്കുന്നതില് അവന് സന്തോഷിക്കുന്നുണ്ടാവും. അവന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. വിഷമിക്കണ്ട. ഗോപിയേട്ടൻ എനിക്ക് മാപ്പ് തന്ന് അനുഗ്രഹിക്കണം. ഇവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് പോവാം. സാരമില്ല, വാ. ഈ തറവാട്ടുമുറ്റത്ത് വെച്ച് അവളുടെ കഴുത്തി താലി കെട്ടുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലല്ലോ. അവൾക്കൊരു ജീവിതം കിട്ടിയതിൽ സന്തോഷിക്കല്ലേ വേണ്ട ജാനകി? അവരാശുപത്രി ചെന്നിട്ട് ഗോപി മുഖത്ത് പോലും നോക്കിയില്ലത്രേ. ഈ കല്യാണം നടത്താൻ ഞാനും കൂട്ടു നിന്നു തോന്നുന്നുണ്ടാവുമോ ഗോപിക്ക്? നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചിന്തിക്കണേ? അവന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അങ്ങനെയൊക്കെ പെരുമാറിണ്ടാവും. കുറച്ചുകൂടെ നേരത്തെ കാവിൽ വിളക്ക് വെച്ച് വന്നുകൂടെ നിനക്ക്? അമ്മേ, മായ ചേച്ചി ആശുപത്രിയിൽ പോണെന്ന് പറഞ്ഞിരിക്കാ. ഞാനും കൂടെ ഒന്ന് പൊയ്ക്കോട്ടെ. അവിടെ എന്താ ഇപ്പോ മിണ്ടാണ്ടിരുന്നോ നീ? ഈ ആഴ്ച അവനിങ്ങ എത്തുവോ ശങ്കര? എന്നാണ് ഡോക്ടർ പറഞ്ഞത്. മുകളിലൊരാളുണ്ടല്ലോ, ബാക്കിയൊക്കെ അയാളുടെ കയ്യിലാ. എന്റെ ഈശ്വര. ഗോജനവശ്രീ വശിഷ്ഠ എടാ ഗോപി, എന്നെ കബളിപ്പിക്കാന്നുള്ള നിന്റെ മോഹമുണ്ടല്ലോ, അത് നടക്കില്ല കുട്ടി. അപൂർണാനന്ദ സ്വാമികൾ ആരാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ദാ പോയി കിട്ടിയെടുത്തോളൂ. ഇപ്പൊ ആരെങ്കിലും കൊടുക്ക, ശുദ്ധിയുള്ളവരാരുമില്ലല്ലോ. ആ
അമ്മ അത് കയ്യിൽ വെച്ചോളൂ, കയറ്റിടണ്ട. ആ. ഞാൻ ഒന്ന് ശരിയാക്കി തരാം. ഞാൻ യൂണിയൻകാരെ കൊണ്ട് പണിയെടുപ്പിച്ചില്ലെന്ന് പറഞ്ഞാൽ അവർ വഴക്കുണ്ടാക്കാവോ? ആയിത്തെടുക്കടാ. തല മാറ്റി പിടിച്ചോട്ടാ. മോനെ നീ അപ്പുണ്ണിയെ മേന സംശയിക്കണ്ട, മേനോ തന്നെയാ. ഇവിടെ ഭ്രാന്താശുപത്രിയിൽ എന്തിനാ വരിക? ഞാൻ അറിഞ്ഞില്ല മേന്നെ. ആരും അറിയിക്കാതെ വീട്ടുകാർ സ്വകാര്യ വെച്ചിരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? എപ്പോ വേണമെങ്കിലും പോകാന്ന് ഡോക്ടർ പറഞ്ഞു. പരിപൂർണ്ണ സുഖായിക്കോട്ടെ എന്ന് കരുതിയിരിക്കുകയാണ് ഞാൻ. അച്ഛന് ഭ്രാന്താണെന്ന് പറഞ്ഞ എന്റെ മകൾ ആരെങ്കിലും കെട്ടാൻ പോയോ? ഞാൻ അമിതമായി പലിശ വാങ്ങിയതിന്റെ ശിക്ഷയാണ് എന്ന് ആശ്വസിക്കാം. ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങളെ, അല്ലാണ്ട് എന്താ പറയാ? എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങള്. എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങള്. എന്താ? അവന്റെ ഒരു ചുവപ്പ് മുണ്ടും ചുവപ്പ് ജുബയും ചുവപ്പ് തലയെക്കെട്ടും. ദൈവോ അല്ല. അല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ? അല്ല. ചോദിച്ച സാധനം പറയടാ. നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? എങ്കിൽ അതിൽ തന്നെ ആര്? ഏത്? എന്തിനാടാ പാപത്തിനെ പിടിച്ച് പുറത്താക്കിയത്? നിനക്ക് അറിയില്ല. ഭൂലന്തേവി പോണേ, ചമ്പൽക്കാട്ടിലെ ഭൂലന്തേവി. ഡോക്ടർ, നിങ്ങൾ ഭാര്യ മറ്റൊരാളെ കൂടെ ഒളിച്ചോടി പോയല്ലേ? നിങ്ങൾക്ക് വേറെ ലോകം കഴിച്ചൂടെ? ഫസ്റ്റ് വൈഫിൽ ഞാൻ നോക്കിക്കോളാം, ഞാൻ കല്യാണം കഴിച്ചോളാം. വാട്ട് നോൺസെൻസ്! ആരാ നിങ്ങൾ? എന്താ വേണ്ടത്? പറയാം, എല്ലാം ഞാൻ പറയാം. എന്റെ പൊന്ന് സാറേ, ആർക്കാ വെളിവ് ആർക്കാ വെളിവില്ലാത്തതെന്ന് ഒരു പിടിയും കിട്ടണില്ല. ഈ കോമാളികളുടെ ഇടയിൽ ഞാൻ ആദ്യമായിട്ട് വന്നതാ. ഇയാളെ പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്താണോ? അല്ല സാർ, അഡ്മിറ്റാ? എന്റെ കൃഷ്ണ, ഞാൻ അപൂർണാനന്ദ സ്വാമികള് പാണാട്ട് വീട്ടില് ഞാൻ നമ്മുടെ കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. C12 ആയിക്കോ. കൂടുതൽ വയലന്റ് ആണെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് മാറ്റിക്കോളൂ. ഇഞ്ചക്ഷൻ കൊടുക്കേ? ഡോക്ടർക്കും വട്ട? ഡോക്ടർ ഇങ്ങനെ തമാശ പറയല്ലേ? കൊണ്ടുകളോ. വിടാൻ പറഞ്ഞ പിന്നെ വിടട്ടോ. വെറുതെ എന്തിനാ പിടിച്ചു വലിക്കണേന്ന് അങ്ങോട്ട് വരില്ലേ? നിങ്ങൾ വിചാരിച്ച പോലെ എനിക്കൊരു തകരാറുമില്ല. എന്തിനാ വെറുതെ എന്റെ ശാപം മേടിച്ചു പറ്റണേ? എല്ലാവരും ഇത് തന്നെയാ പറയാറ്. കഴിഞ്ഞ ആഴ്ച വന്ന ഒരുത്തം പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞാ ഓടിക്കറി വന്നത്. വന്നവരുടെയും പോയവരുടെയും കാര്യമൊന്നും നിങ്ങൾ പറയണ്ട. നിങ്ങൾക്ക് ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് വല്ല ഇഞ്ചക്ഷൻ എടുത്തൂടെ? വിടേ. കണ്ട നീ കണ്ട വത്സ, നീ ദീർഘായുസാവുക. എനിക്ക് ചത്ത വിടാൻ പറഞ്ഞില്ലേ? വിടാൻ പറഞ്ഞിട്ട് ഇതെന്റെ അമ്മാവനാ, എന്നെ കാണാൻ വന്നതാ. വിടൂ. എന്നാ പിടിച്ചോ. ഒറ്റ വീക്കുന്നുണ്ടമ്മാവാ. അമ്മാനിരിക്കൂ. ഇരിക്കമ്മാവാ. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. അമ്മാൻ എന്നാ ചെയ്ത്? ഇന്നലെ രാത്രി നിന്റെ അമ്മയുടെ എഴുത്തിൽ നിന്നാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. എന്ത് വിവരം? പങ്കുണ്ണിമേനോന്റെ ബാധ കൂടിയതാ, ഒരു സംശയമില്ല. ഒരു ഹോമം നടത്തി അവനെ അങ്ങോട്ട് ഒഴിവാക്കാം. ഹോമം മാങ്ങാത്തിലൊന്നും അമ്മ നടത്തണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇവിടുന്ന് ഇറങ്ങട്ടെ. ആരുടെയൊക്കെ ബാധയെ ഒഴിപ്പിക്കേണ്ടത് ഞാൻ കാണിച്ചു കൊടുക്കാം. ഗോപി, അതല്ല. ഒന്നും പറയണ്ട. അമ്മാവൻ 6 മാസവും 4 മാസമായിട്ട് സൂഹിക്കല്ലേ? മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് കാശുണ്ടാകാൻ പോകുന്നെന്ന് അറിഞ്ഞ് എന്റെ കൂടെ പറ്റിക്കൂടാൻ നോക്കല്ലേ?
അത് ശരി. അപ്പൊ നിനക്ക് പ്രാമല്ലേ? നിന്നെ ആ ഇടത്ത് വെട്ടി വലത്ത് തിരിഞ്ഞ് ഓതിരക്കടകം. സ്വാമി മതി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആ, എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞു തൊലച്ചൂടെ കുരുത്തം കെട്ടവരെ. ശിഷ്യന്മാരെല്ലാവരും കൂടി ഒന്ന് പൊക്കി. സ്വാമി ഈ ജീവിതകാലം മുഴുവനും ഇവിടെ തന്നെ ചുറ്റിക്കളിക്കാൻ ഏതെങ്കിലും ഒരു ഈശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഓ. ആ. ഗോപിയേട്ടാ, ഓരോ ദിവസവും ഞാൻ മായയെ കാത്തിരിക്കുമായിരുന്നു. ആരോടെങ്കിലും എല്ലാം ഒന്ന് തുറന്നു പറയണമെന്ന്. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, അച്ഛൻ സമ്മതിക്കണ്ടേ? എപ്പോഴാ വീട്ടിലേക്ക്? ഇന്ന് മിക്കവാറും പോകാൻ പറ്റുന്ന ഡോക്ടർ പറഞ്ഞത്. ഈശ്വര, ഒരുപാട് അനുഭവിച്ചു മായ. എല്ലാ ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെന്നുള്ള മോഹം മാത്രമായിരുന്നു മനസ്സിൽ. എന്തിനായിരുന്നു എന്തിനായിരുന്നു ഇതൊക്കെ? എല്ലാം ഒരു ദിവസം ഞാൻ പറയാം. ഒരപേക്ഷ മാത്രമേ എനിക്ക് മായയോടുള്ളൂ. ആരും എന്നെ മനസ്സിലാക്കാത്തതിൽ എനിക്ക് പരിഭവമില്ല. പക്ഷെ മായ വിശ്വസിക്കണം, നിന്റെ ഗോപിയേട്ടന് ഭ്രാന്തില്ല എന്ന്. വിശ്വസിക്കാം, 100 വട്ടം വിശ്വസിക്കാം. ഡോക്ടർ, ഇന്നെങ്കിലും എന്നെ ഡിസ്ചാർജ് ചെയ്യാന്ന് ഉറപ്പ് തന്നിരുന്നു. അത് ഗോപി, എനിക്ക് അത്യാവശ്യമായ ഒരു കോൺഫറൻസിന് പോകണം. ഡോക്ടർ പ്ലീസ്, എനിക്കിന്ന് പോയേ പറ്റൂ. സി മിസ്റ്റർ ഗോപി, ചീഫുമായി കൺസൾട്ട് ചെയ്യാതെ എനിക്ക് നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യാൻ ഒക്കില്ല. ഇത് ചീഫും നിങ്ങളും കൂടിയുള്ള ഒരു ഒത്തുകളിയാണ്. രോഗമില്ലാത്ത ഒരാളെ ഇവിടെ പിടിച്ചിടേണ്ട കാര്യം എന്താ? എന്റെ കയ്യിൽ നിന്ന് കൂടുതൽ ഫീസ് ഒപ്പിച്ചെടുക്കാനുള്ള പരിപാടിയാണെങ്കിൽ 10,000 20,000 ഞാൻ അങ്ങോട്ട് തരാം. അനാവശ്യം പറയരുത്. അറ്റൻഡർ, ഇയാളെ പിടിച്ച് വാർഡിലേക്ക് കൊണ്ടുപോകും. എന്നെ എവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാൻ? നിങ്ങൾ എവിടുന്ന് പ്രശ്നം എന്താ ഇത്? പറ, പറ, എന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറ. അല്ല, നിങ്ങൾ ഇയാളെ ഷോക്ക് റൂമിലേക്ക് കൊണ്ടുവരും. എന്റെ കണക്കുകൂട്ടലുകൾ ഒരിക്കലും തെറ്റാറില്ല കയ്യാറെ. കേട്ടറിഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് അവനെ 2 ദിവസത്തിനുള്ളിൽ ഞാൻ അവിടെ എത്തിക്കും. അതുവരെ ഒന്ന് ക്ഷമിക്കാൻ പറ തന്റെ മുസ്തഫയോട്. ക്ഷമയോ? എങ്ങനെയാ മുസ്തഫാന്റെ കോപം അടക്കാന്ന് എന്നെക്കാളും നന്നായി അറിയാലോ മാത്തച്ഛന്. അല്ല, അതിനുള്ള മരുന്ന് ഞാനിവിടെ എത്തിച്ചിട്ടുണ്ട്. വെളിയിലേക്ക് അടിക്കടി പോയി വരാൻ പെൺകുട്ടികളെ വേണമെന്ന് നിന്റെ മുസ്തഫ ആവശ്യപ്പെട്ടിരുന്നല്ലോ. ഒക്കെ റെഡിയായിട്ടുണ്ട്. അപ്പൊ കാര്യം മനസ്സിലായല്ലോ, അത് എന്നെ ഭാഗ്യം. എന്റെ എസ്റ്റേറ്റിലെ വാച്ച്മാന്റെ മോളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദാരിദ്ര്യമാണ്, രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി. നാളെ തന്നെ ഞാനങ്ങ് ബോംബെയിൽ എത്തിക്കാം. കുഞ്ഞെ രാധികേ. അപ്പോ പാസ്പോർട്ട്? അമേരിക്കൻ പ്രസിഡന്റിന്റെ പാസ്പോർട്ട് പോലും സംഘടിപ്പിക്കുന്ന ആളല്ലേ തന്റെ മുസ്തഫ. ആ, രാധിക പ്രിഡിഗ്രിയാണ്. അപ്പോ കുട്ടി നാളെ തന്നെ പോവാൻ റെഡിയാണല്ലോ? വേണ്ട സാർ, എന്നെ എന്റെ വീട്ടിലെത്തിച്ചാ മതി. ഞാനവിടെ പട്ടിണി കിടന്നോളാം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ കുഞ്ഞെ?
അഡ്വാൻസ് ശമ്പളമൊന്നും പറഞ്ഞ് 5000 രൂപ നിന്റെ തന്തപ്പടിക്ക് എണ്ണി കൊടുത്തിട്ടാ നിന്നെ എന്റെ കൂടെ പറഞ്ഞയച്ചത്. അത് കുഞ്ഞിനറിയാവോ? കുഞ്ഞകത്തേക്ക് ചെല്ലേ. അപ്പോ ഒരെണ്ണം കൂടെ ഒഴിക്കാം, അല്ലേ കയ്യാറേ? നമ്മുടെ ഓപ്പറേഷന്റെ സക്സസിന് വേണ്ടി ഒരു സ്മോൾ. ഇപ്പോഴാ മനസ്സിനൊരാശ്വാസം കിട്ടിയത്. എല്ലാം തുറന്നു പറഞ്ഞതിന്റെ ആശ്വാസം. കള്ളം ചെയ്ത കുട്ടിയുടെ മനസ്സുമായാണ് ഞാൻ ജീവിച്ചത്. ആരെയും അഭിമുഖീകരിക്കാൻ വയ്യാതെ, ആരോടൊന്നും പറയാൻ കഴിയാതെ. എന്നെക്കാളേറെ ഞാൻ നിങ്ങളുടെയൊക്കെ ഉയർച്ച സ്വപ്നം കണ്ടു. അമ്മയുടെ കണ്ണീരിനൊരു അവസാനം പ്രതീക്ഷിച്ചു. അതെല്ലാം ഈ രീതിയിൽ അവസാനിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതേയില്ല. ഏട്ടൻ എന്നോടെങ്കിലും പറയായിരുന്നില്ലേ? പുറത്തറിയുമോ എന്ന് ഭയന്ന് ഞാനെല്ലാം ഒളിച്ചു. ആ ശപിക്കപ്പെട്ട രാത്രി ഞാനിപ്പോ മറക്കാൻ ശ്രമിക്കുകയാണ്. അർഹതയില്ലാത്തത് വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചതിനുള്ള ശിക്ഷയാണ് ഞാൻ ഈ അനുഭവിച്ചതെല്ലാം. ഗോപിയേട്ടന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇതേ ചെയ്യൂ. തിരിച്ചേൽപ്പിക്കാൻ മാത്രമുള്ള സത്യസന്ധത ആർക്കും ഉണ്ടാവില്ല, ഉറപ്പാ. പക്ഷേ ഹരി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, നമുക്കത് വേണ്ട. അർഹിക്കാത്തത് നേടാൻ ശ്രമിക്കരുതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ ഭ്രാന്തനായ ഞാൻ, നീയടക്കം എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയില്ലേ? നമ്മുടെ പഴയ ജീവിതത്തിന്റെ സുഖം എനിക്കിപ്പോഴാ മനസ്സിലായത്. എനിക്കത് തിരിച്ചു കിട്ടണം. നീ എന്നെ സഹായിക്കണം. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തു പോകണം. ആ സ്വർണം എവിടെയെങ്കിലും വലിച്ചെറിയണോ എനിക്ക്? നിന്റെ പഴയ ഗോപിയേട്ടനെ നിനക്ക് തിരിച്ചു കിട്ടണ്ടേ? എന്ത് ഭ്രാന്താണ് ഏട്ടൻ പറയുന്നത്? ഞാൻ സമ്മതിക്കില്ല. നമ്മളെ തേടി വന്ന സൗഭാഗ്യം തട്ടിക്കളയാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല ഹരി, ഞാൻ പറയുന്നത്. ഏട്ടനൊന്നും പറയണ്ട. ഏട്ടൻ കുടുംബത്തിന് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾ എനിക്കറിയാം. ഭാഗ്യം വെളിപ്പാടായാലും എത്തിയിട്ടും അതെല്ലാം തട്ടിത്തെറിപ്പിക്കണോ? നീ എന്താ പറഞ്ഞുകൊണ്ടുവരുന്നത്? എന്റെ ക്ലാസ്മേറ്റ് സണ്ണി അറിയില്ല ഏട്ടന്? ഒരിക്കൽ നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ളവൻ. അവന്റെ അപ്പച്ചന് ടൗണിൽ തന്നെ 3 സ്വർണ്ണക്കടയുണ്ട്. അവനോട് പറഞ്ഞാ ഇരു ചെവിയേറിയാതെ കാര്യം നടക്കുവേട്ടാ. അതേട്ടാ, പണം ഉണ്ടാക്കണമെങ്കിൽ കഷ്ടപ്പാട് അനുഭവിക്കണമെന്ന് പറയുന്നത് നേരാ. ഏട്ടൻ അനുഭവിച്ചൊക്കെ അതാന്ന് കരുതിയാ മതി. ഡോക്ടർ എത്തിയാലുടൻ ഡിസ്ചാർജ് ചെയ്യിക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം. എങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് സണ്ണിയെ കാണുക എന്നുള്ളതാ. എന്റെ മേശയ്ക്കുള്ളിൽ ഒരു ബിസ്ക്കറ്റ് ഒളിച്ചു വെച്ചിട്ടുണ്ട്. ആരും അറിയാതെ പോയി സണ്ണിയുടെ വിവരങ്ങൾ പറയും. ചെല്ല്, തിരിച്ചു വന്നിട്ട് ഡോക്ടറെ കണ്ടാൽ മതി.